വിസ കിട്ടി. അപ്പോയിൻമെന്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ലൈൻ നിൽക്കേണ്ടി വരും. നല്ല തിരക്കായിരുന്നു അത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഇസ് പ്രജീത. ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. സോ വി ആർ ഗോയിങ് ഫോർ our US വിസ ഇൻ്റർവ്യൂ. സോ അതിൻ്റെ വിശേഷങ്ങളും ഹൗ വാസ് അവർ എക്സ്പീരിയൻസ് അതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ്. സോ വേർ ആർ വി ഹെഡിങ് സുബിൻ? US visa interview. ഞങ്ങൾ 2024 അപ്ലൈ ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് 2026 2 വർഷം വെയിറ്റ് ചെയ്തു US വിസ ഇൻ്റർവ്യൂക്ക് വേണ്ടി. സോ വി ആർ ഗോയിങ് ടു ടൊറോണ്ടോ. അവിടെ പോയിട്ട് എന്താ സംഭവിക്കാന്ന് അറിയുന്നത്, അവിടെ പോയിട്ട് എന്താ സംഭവിക്കാന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോയി, ഇൻ്റർവ്യൂ കഴിഞ്ഞു, തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 1 മിനിറ്റിൽ US വിസ കിട്ടി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഞങ്ങളുടെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ കുറച്ച് ദൂരെയാണ്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഇൻ്റർവ്യൂ ടൈം 8:35 ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നേരത്തെ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റും. ഞങ്ങൾ പോയപ്പോഴത്തേനും അവിടെ കുറേ ലൈൻ ഉണ്ടായിരുന്നു. പുറത്ത് കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ നോക്കിയപ്പോഴത്തേനും അവരും പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 20-30 മിനിറ്റ്സ് ബിഫോർ യുവർ അപ്പോയിൻമെൻറ്റ് ആക്കുമെന്നായിരിക്കും നല്ലത്. പിന്നെ ഞങ്ങൾ ന്യൂ ബോർണിനെ കൊണ്ടാണ് പോയത്. വീട്ടിൽ മമ്മിയും സിയാനും ഉണ്ട്. പിന്നെ ന്യൂ ബോർണിന് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങൾ നമ്മുടെ കൂടെ എടുത്തിട്ട് വന്നു. അപ്പോൾ എന്തൊക്കെ അകത്ത് നിങ്ങൾക്ക് ഫയൽ മാത്രമേ കൊണ്ടുപോകാവൂ, ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോൺ നിങ്ങൾ കാറിനകത്തോ ബാഗിനകത്തോ കാറിനകത്ത് വെച്ചിട്ട് പോകേണ്ടി വരും. ഫയൽ മാത്രം, ഫയലും പിന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫും എന്തൊക്കെയാണോ അത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് കൊച്ചുള്ളതുകൊണ്ട് സ്ട്രോളർ കൊണ്ടുപോകാൻ സമ്മതിച്ചു അകത്ത്. പിന്നെ ഒരു കാര്യം, കൊച്ചുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു, ലൈനൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റി. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങളിന്ന് പോയ സമയത്ത് പുറത്ത് ലൈൻ ഉണ്ടായിരുന്നു, അകത്ത് അതിനെക്കാട്ടും തിരക്കായിരുന്നു. കൊച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ ലൈനൊക്കെ സ്കിപ്പ് ചെയ്തു. അവർ ഞങ്ങൾക്ക് പ്രയോറിറ്റി തന്നു. അപ്പോൾ ഞങ്ങളകത്തേക്ക് പെട്ടെന്ന് പോയി, എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 2024 അപ്ലൈ ചെയ്തത്. ആ സമയം ഇൻ്റർവ്യൂ ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഈ ഒരു ഡേറ്റ് അങ്ങ് എടുത്തു. ഞങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് വർക്ക് പെർമിറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് PR കിട്ടി. അത് ആക്ച്വലി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. പുതിയ DS 160 ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഞങ്ങളത് ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫില്ല് ചെയ്തില്ല. ഞങ്ങൾ ഡയറക്റ്റ് ചെന്ന് അവിടെ പോയി പറയായിരുന്നു ഞങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് വർക്ക് പെർമിറ്റ് ആയിരുന്നു, പിന്നെ ഇപ്പോൾ PR ആണ്. അപ്പോൾ ആ ഓഫീസർ അവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലൈക്ക് പാസ്പോർട്ട് ചേഞ്ചോ വേറെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ DS 160 ഫില്ല് ചെയ്യേണ്ടി വരും. സോ ഞങ്ങൾ ലൈനിൽ പോയി നിന്നു. പുറത്തൊരു വിൻഡോയ്ക്കകത്ത് ആദ്യം DS 160 ഫോം കാണിക്കണം, പിന്നെ പാസ്പോർട്ട് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അകത്ത് കയറും. സെക്യൂരിറ്റി ചെക്കുണ്ട്. നിങ്ങളുടെ ബാഗും കോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വയ്ക്കണം. സ്ട്രോളർ ഉള്ളതുകൊണ്ട് അതും ചെക്ക് ചെയ്തു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അകത്തോട്ട് പോയിട്ട് അവിടെ വീണ്ടും എന്ത് ഫോമാണ് അത് ചോദിച്ചാൽ DS 160 ആണ് പാസ്പോർട്ട്. അത് വീണ്ടും DS 160 ഫോം ആൻഡ് പാസ്പോർട്ടും കൂടെ കാണിക്കണം. പിന്നെ അവർ സ്റ്റിക്കർ ഒട്ടിച്ചു തരും. പിന്നെ അകത്ത് കയറി ഞങ്ങളിരുന്നു. പിന്നെ കൊച്ചുള്ളതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചു. ലൈനിൽ പോയി അടുത്ത കൗണ്ടറിലോട്ട് വിളിച്ചു. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഈ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തു അതൊക്കെ.
പിന്നെ അവരവിടെ DS-160 ഫോമും ഞങ്ങളുടെ ഫോട്ടോയും റീസെൻറ്റ് ഫോട്ടോ ആൻഡ് പാസ്പോർട്ട് ആൻഡ് PR കാർഡ്, ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണോ, പെർമിറ്റ് ആണെങ്കിൽ അത്, സ്റ്റുഡൻറ്റ് പെർമിറ്റ് ആണെങ്കിൽ അത്. അപ്പോൾ ഞങ്ങൾ PR കാർഡ് കാണിച്ചു. എന്നിട്ട് അവിടെ നിന്ന് അവർ നെക്സ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക്സ് ആണ്. അതും പെട്ടെന്നായിരുന്നു, ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വന്നില്ല. ഓർക്കണം, കൊച്ചുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈനിൽ നിൽക്കേണ്ടി വരും. അപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ലൈനിൽ നിൽക്കേണ്ടി വരും. നല്ല തിരക്കായിരുന്നു അത്. അപ്പോൾ അടുത്തത് ഫിംഗർ പ്രിൻ്റ് ആയിരുന്നു. ഫിംഗർ പ്രിൻ്റ് എടുത്തു. എന്നിട്ട് ആ കൗണ്ടറിലുള്ള ലേഡിയും പറഞ്ഞു, നിങ്ങൾ ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു. നെക്സ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് പറയാം. മെയിൻ ആപ്ലിക്കൻറ്റ് സുബിൻ ആയതുകൊണ്ട് സുബിൻ്റെ അടുത്ത് രണ്ടുപേരോടും ചോദിച്ചു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ട്രാവൽ? ഞങ്ങൾ പ്ലഷർ എന്ന് പറഞ്ഞു. എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയാണ് പറഞ്ഞത്. പിന്നെ എത്ര നാൾ കാണും? ഞങ്ങൾ 1 വീക്ക് എന്ന് പറഞ്ഞു. പിന്നെ ഏത് സമയമായിരിക്കും എന്ന് ചോദിച്ചു. സമ്മേഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ എന്നൊക്കെ ചോദിച്ചില്ല, അതൊന്നും ചോദിച്ചില്ല. വേറെ ഡോക്യുമെൻറ്റ്സ്, എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിച്ചില്ല. പിന്നെ ജോബിനെ പറ്റി സുബിൻ്റെ ജോബിനെ പറ്റി പറഞ്ഞു, എന്താണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. എൻ്റെ ജോബിനെ പറ്റി ചോദിച്ചു. ഞാനിപ്പോൾ മാറ്റ് ലീവാന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്, യുവർ വിസ ഹാസ് ബീൻ അപ്രൂവ്ഡ്. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ വെറുതെ 1 to 2 minutes അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, PR ആകുമ്പോൾ അവർ അധികം ഒന്നും ചോദിക്കത്തില്ല. പിന്നെ ഞാൻ കേട്ടത് വർക്ക് പെർമിറ്റും സ്റ്റുഡൻറ്റ് പെർമിറ്റും ആണെങ്കിൽ ഒരു എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കും. സോ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് 8:45 ആയിരുന്നു. ഞങ്ങളവിടെ 8:20 എത്തി. അകത്ത് 8:30 കയറി. പിന്നെ എല്ലാ പ്രോസസ്സും കൂടെ ഒരു 15-20 minutes എടുത്തു. പുറത്തിറങ്ങി. പിന്നെ പുറത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവർ ബ്ലൂ ഫോം തരും. അത് നിങ്ങളുടെ പാസ്പോർട്ട് എങ്ങനെ ഡെലിവർ ചെയ്യേണ്ടെന്നുള്ള ഓപ്ഷൻ. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് പിക്കപ്പാണ് കൊടുത്തെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് യു ഹാവ് ടു പേ സം എമൗണ്ട്, 25-30 CAD പേ ചെയ്യണം. അപ്പം ഞങ്ങൾ ആദ്യം പിക്കപ്പാണ് കൊടുത്തത്. പക്ഷെ ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്തു. ഞങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു, ഹോം അഡ്രസ്സ്. പിന്നെ പേയ്മെൻറ്റും കൊടുത്തു. വിതിൻ 5 to 10 business days പാസ്പോർട്ട് കയ്യിൽ കിട്ടും. സോ ദാറ്റ്സ് our experience. How much would you rate, Subin, today's experience? എത്ര റേറ്റ് ചെയ്യും? 9.5. ജസ്റ്റ് ബിക്കോസ് ഞങ്ങൾ ഇൻഫിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു പെട്ടെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അകത്ത് സെപ്പറേറ്റ് റൂമൊന്നുമില്ല, ജസ്റ്റ് കൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ച ഇൻ്റർവ്യൂവിന് ഒരു റൂമിനകത്തായിരിക്കും ഓഫീസർ ഇരിക്കുന്നത്, അതിനകത്ത് വിളിക്കും. അങ്ങനെയല്ല. അതും ഒരു നന്നായി. അല്ലെങ്കിൽ ക്യൂ ഉണ്ട്, വെളിയിൽ എല്ലാവരും വരുന്നുണ്ട്, അത് ഔട്ട്സൈഡ് നിൽക്കണം നമ്മൾ. അതെ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിഗ്രി ആയതുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കുറച്ച് പാടായതിന് കൊച്ചിനും കുറച്ച് പാടാണ് ഇങ്ങനെ വെളി നിൽക്കുമ്പോൾ കുറേ നേരം. അതർവൈസ് എവറിത്തിങ് ഈസ് so we are heading back home now. Okay then, അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വിശേഷം. So if you have any doubt regarding how to apply US visa, doubts ഉണ്ടെങ്കിൽ you can comment down. അതുപോലെ നമ്മളിത് സ്വന്തമായിട്ടാണ് ചെയ്തത്. ഏജൻസ് ത്രൂ അപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഏർലി ഡേറ്റ്സ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മളങ്ങനെ പോയില്ല. നമുക്ക് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു ഇപ്പം നേരത്തെ ചെയ്യണമെന്ന്. വലിയ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏജൻസ് ത്രൂ അപ്ലൈ ചെയ്യാം. പക്ഷെ അവർക്ക് $100-300 ഒക്കെ കൊടുക്കേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് അത്രയും ഡേറ്റ്സ് ഒക്കെ കിട്ടും. ഏജൻസ് ത്രൂ ആണെങ്കിൽ ഏർലി ഡേറ്റ്സ് കിട്ടും. 1 to 2 months 3 months കിട്ടും. ഞങ്ങൾ അപ്പന ചെയ്തുകൊണ്ട് ഇപ്പം ഇത്രയും വെയിറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഇപ്പോൾ ഐ തിങ്ക് ഡേറ്റ്സ് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റീഷെഡ്യൂൾ ചെയ്തു. പക്ഷെ നമുക്ക് വേറെ
വേറെ സെപ്പറേറ്റ് ഡേറ്റ്സ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് എനിക്കൊന്ന് അവർ ക്ലോസ് ചെയ്ത് റീഷെഡ്യൂൾ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്ത രീതിയായി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമായിരുന്നു. So yeah, that's it for today's video. If you have any thoughts or comments, please comment down. And if you like this video, please consider subscribing to my channel. Otherwise, I'll see you on my next one. Bye.